അടുത്ത ടോപ്പിക്കാണ് ഡോക്യുമെൻറ്റേഷൻ എന്താണ് ഫസ്റ്റ് നോക്കേണ്ടത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു, മറ്റേ ഓഡിറ്റ് നോട്ട്ബുക്കിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആയിരുന്നു. നെക്സ്റ്റ് വൺ ആണ് ഡോക്യുമെൻറ്റേഷൻ. എന്താണ് ഡോക്യുമെൻറ്റേഷൻ? The auditor should collect and preserve all documents relating to a client and audit according to their importance or materiality. എന്ത് ചെയ്യണം? ഓഡിറ്റർ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും റിലേറ്റിംഗ് ടു ദ ക്ലയൻറ്റ് ആൻഡ് ഓഡിറ്റ്. ക്ലയൻറ്റ് അതായത് ബിസിനസ് ആണല്ലോ നമ്മുടെ ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും ഓഡിറ്റർ പ്രിസർവ് ചെയ്ത് വെക്കണം. These statements include statements, notes, copy of minutes, detailed document, reply to letters, and other valuable information pertaining to accounts under audit. ഇങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് പറയാൻ ഡോക്യുമെൻറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ നോട്ട്സ്, കോപ്പി ഓഫ് മിനിറ്റ്സ്, ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്സ്, പിന്നെ റിപ്ലൈ ലെറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ പ്രോപ്പർലി അറേഞ്ച്ഡ് ആൻഡ് പ്രിസർവ് കെയർഫുള്ളി. ഈ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കണം. ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ ദി പ്രോപ്പർട്ടി ഓഫ് ദി ഓഡിറ്റർ. അപ്പോൾ അത്രയാണ് ഡോക്യുമെൻറ്റേഷൻ. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്, അക്കോർഡിംഗ് ടു ദ കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ദ ഓഡിറ്റർ ഷുഡ് ഡോക്യുമെൻറ്റ് മാറ്റേഴ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രൊവൈഡിംഗ് എവിഡൻസ് ദാറ്റ് ദ ഓഡിറ്റ് വാസ് ക്യാരിഡ് ഔട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. എന്താ പറയുന്നത്? ഓഡിറ്റർ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും കീപ്പ് ചെയ്ത് വെക്കണം. എങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം? വിച്ച് പ്രൊവൈഡിങ് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ദ ഓഡിറ്റ് വാസ് ക്യാരിഡ് ഔട്ട്. ആ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ആര് കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്? ഓഡിറ്റർ കീപ്പ് ചെയ്യണം. ദ നെക്സ്റ്റ് വൺ, മീനിങ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ. പിന്നെ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ മെയിനായിട്ടും ഹൗ എൻ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ് നടക്കണമെന്നുള്ള കേട്ടോ. അടുത്തതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഓഡിറ്റ് നോട്ട്ബുക്ക് പറഞ്ഞു, ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്തായിരുന്നു? അത് നമ്മുടെ ക്ലർക്ക് കീപ്പ് ചെയ്യുന്ന ബുക്കാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. ദെൻ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ പറഞ്ഞു, ഓഡിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ എവിഡൻസ് ആയിട്ട് വരുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും ആര് കീപ്പ് ചെയ്യണം? ഓഡിറ്റർ പ്രിസർവ് ചെയ്ത് വെക്കണം. അതാണ് ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. അടുത്തതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ. ഇത് പറയുന്നത്, ഇൻ കണക്ഷൻ വിത്ത് ഈച്ച് ഓഡിറ്റ് ദ ഓഡിറ്റർ വിൽ ഹാവിംഗ് എ നമ്പർ ഓഫ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, നോട്ട്സ്, മിനിറ്റ്സ് and other valuable information pertaining to the account which are under audit. These papers are properly arranged and preserved carefully. These papers are property of the auditor. The auditor wants to refer to them later on during the course of his audit. These files are called audit working papers. എന്താ പറയുന്നത്? ഇൻ കണക്ഷൻ വിത്ത് ഈച്ച് ഓഡിറ്റ്, ഈ ഓഡിറ്റ് റിലേറ്റ് ചെയ്യുന്ന ദ ഓഡിറ്റർ വിൽ ബി ഹാവിങ് എ നമ്പർ ഓഫ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്സ്. ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ലേ? ഓഡിറ്റ് റിലേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. സ്റ്റേറ്റ്മെൻറ്റ്സ്, നോട്ട്സ്, മിനിറ്റ്സ്, അതർ വാല്യുബിൾ ഇൻഫർമേഷൻ, ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. മീൻസ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ടാവും. ദീസ് പേപ്പേഴ്സ് ആർ പ്രോപ്പർലി അറേഞ്ച്ഡ് ആൻഡ് പ്രിസർവ്ഡ് കെയർഫുള്ളി. അതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പ്രോപ്പറായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കണം. അതായത് എന്ത്? നമ്മുടെ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. ദീസ് പേപ്പേഴ്സ് ആർ പ്രോപ്പർട്ടി ഓഫ് ദി ഓഡിറ്റർ. ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം എന്താണ്? ഓഡിറ്ററുടെ പ്രോപ്പർട്ടിയാണ്. ദ ഓഡിറ്റർ വാണ്ട് ടു റെഫർ ടു ദം ലേറ്റർ ഓൺ ഓർ ഡ്യൂറിങ് ഓൺ ദ ഓഡിറ്റ് പ്രോസസ്സ്. ആ ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷം നമ്മളല്ല ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓഡിറ്റർക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ് ഈ ഡോക്യുമെൻറ്റ്സ്. ദീസ് ഫയൽസ് ആർ കോൾഡ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. നമ്മളിങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഡോക്യുമെൻറ്റ്സിന് വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ. അതിൽ നമ്മൾ ഓഡിറ്റ് അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്റിംഗ് വർക്കിംഗ് പേപ്പേഴ്സ്. ദെൻ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റുകൾ ഏതൊക്കെയാണ്? ട്രയൽ ബാലൻസ് വരും, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഡിപ്രിസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, കൺഫർമേഷൻ ബൈ ദ ബാങ്ക് റിഗാർഡിംഗ് ദ ബാങ്ക് ബാലൻസ് ഓഫ് ദി ക്ലയൻറ്റ്. എന്തൊക്കെ വരാം? ട്രയൽ ബാലൻസ് ഉണ്ടാവും, ക്രെഡിറ്റേഴ്സിൻ്റെയും ഡെപ്റ്റേഴ്സിൻ്റെയും ഷെഡ്യൂൾസ് ഉണ്ടാവും, ഡിപ്രിസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ ഉണ്ടാവും. പിന്നെ കൺഫർമേഷൻ ബൈ ദ ബാങ്ക് റിഗാർഡിംഗ് ബാങ്ക് ബാലൻസിനെ റിഗാർഡ് ചെയ്യുന്ന കൺഫർമേഷൻ കിട്ടിയത് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന്. ഇത്രയും കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടൻറ്റുകളാണ്. പിന്നെ പറയുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതുണ്ടാവാം, ഡ്രാഫ്റ്റ് ഓഫ് ഫൈനൽ അക്കൗണ്ട്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഉണ്ടെങ്കിൽ അത്, സർട്ടിഫിക്കറ്റ് റിഗാർഡിംഗ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ദെൻ സർട്ടിഫിക്കറ്റ്
ടെക്നിക്കൽ ഫ്രം മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏതൊക്കെ ട്രയൽ ബാലൻസ്, ഡെപ്റ്ററിൻ്റെ ക്രെഡിറ്ററിൻ്റെ ഡീറ്റെയിൽസ്, ഡിപ്രിസിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഷെഡ്യൂൾ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺഫർമേഷൻ ഫ്രം ബാങ്ക് റിഗാർഡിംഗ് ദ ബാങ്ക് ബാലൻസ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ നമ്മുടെ വർക്കിംഗ് പേപ്പേഴ്സിലെ മെയിൻ കണ്ടൻറ്റുകൾ. അടുത്തതാണ് ടൈപ്സ് കേട്ടോ. നമ്മൾ പറഞ്ഞ ഓഡിറ്റ് ഫയൽസിൻ്റെ അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. പെർമനൻറ്റ് ഫയലും ആനുവൽ ഫയൽ ഓർ കറണ്ട് ഫയൽ, അങ്ങനെ രണ്ട് മെയിൻ ഫയൽസാണുള്ളത്, പെർമനൻറ്റ് ഫയൽ ആൻഡ് ആനുവൽ ഫയൽ. ഈ പെർമനൻറ്റ് ഫയലിൽ ഇറ്റ് ഇസ് എ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ഓഫ് ദി ക്ലയൻറ്റ്. ഇറ്റ് ഗിവ്സ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് ഓഡിറ്റ് ഓഫ് ദി ക്ലയൻറ്റ്. എന്താണ് പെർമനൻറ്റ് ഫയൽ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ ഓഫ് ദി ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ പെർമനൻറ്റ് ഓഡിറ്റ് ഫയലിനെ നമ്മൾ വിളിക്കാം പെർമനൻറ്റ് ഫയൽ. ഇറ്റ് ഗിവ്സ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദി പ്രീവിയസ് ഓഡിറ്റ് ഓഫ് ദി ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ പ്രീവിയസ് ഓഡിറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസാണ് പെർമനൻറ്റ് ഫയലിൽ ഉണ്ടാവുക. ദ വർക്കിംഗ് പേപ്പേഴ്സ് ആർ യൂസ്ഫുൾ ഫോർ കണ്ടക്ടിങ് ദ ഓഡിറ്റ് എവറി ഇയർ ആഫ്റ്റർ ഓഡിറ്റ് ഇയർ ആഫ്റ്റർ ഇയർ. എന്താ പറയുന്നത്? വർക്കിംഗ് പേപ്പേഴ്സ് യൂസ്ഫുൾ ആണ് എന്തിന്? ഫോർ കണ്ടക്ടിങ് ദ ഓഡിറ്റ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ ഇയറിലും നമ്മൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ദ വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ പെർമനൻറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, പ്രൊവിഷൻ റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, കോപ്പി ഓഫ് ഇറ്റ്സ് ലോങ് ടേം സർവീസ് അഗ്രിമെൻറ്റ്, ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദി ഫേം എക്സെട്ര ആർ ഇൻ പെർമനൻറ്റ് ഫയൽ. These papers supplement valuable information for current and future audit. Then next one, annual file or current file. Current file പറയുന്നത് current file contains details of current year's audit. മറ്റേതെന്തായിരുന്നു? പ്രീവിയസ് ഇയറിലെ ഓഡിറ്റിൻ്റെ ഇൻഫർമേഷൻസൊക്കെ പെർമനൻറ്റ് ഫയലിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ദെൻ കറണ്ട് ഇയറിലാണെങ്കിൽ നമ്മൾ ആ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇയറിൽ കറണ്ട് ഇയറിലെ ഡീറ്റെയിൽസ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ദെൻ ദ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ദ ട്രയൽ ബാലൻസ്, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, കറസ്പോണ്ടൻസ് വിത്ത് ബാങ്ക് റിഗാർഡ്സ് ദ ബാലൻസ് ആൻഡ് നമ്മൾ ആ കണ്ടൻറ്റുകളിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കണ്ടൻറ്റുകളും, അതായത് നമ്മളെ വർക്കിംഗ് പേപ്പേഴ്സിലെ കണ്ടൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രയൽ ബാലൻസ്, ഷെഡ്യൂൾ ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിലാണ്, ആനുവൽ ഫയൽ അല്ലെങ്കിൽ കറണ്ട് ഫയലിലാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.